ഈ കെ എൽ സീരീസിലുള്ള വോട്ടർ ഐ ഡി നമ്പറിൻ്റെ പുതിയ നമ്പർ നമുക്ക് സൈറ്റിൽ നിന്നും സെർച്ച് ചെയ്തെടുക്കുന്നതിന് വേണ്ടി ആ സൈറ്റ് ഒരു ആപ്പായിട്ട് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം ക്രോം ഓപ്പൺ ചെയ്യുക. ഇവിടെ നമ്മൾ കെ എൽ സീരീസ് 2 ന്യൂ എപ്പിക് എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ സിഒയുടെ ഒരു സൈറ്റ് അഡ്രസ്സുകൾ ഇങ്ങനെ കാണിക്കും. അതിൽ സെർച്ച് എപ്പിക് എന്നുള്ള സൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ സെർച്ച് കെ എൽ സീരീസ് എപ്പിക് എന്ന ഒരു സൈറ്റിലേക്കാണ് പോവുക. ഇവിടെ നമുക്ക് കെ എൽ സീരീസ് നമ്പർ അടിച്ചു കൊടുത്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ നമ്പർ കിട്ടും. നമ്മൾ ഓരോ തവണയും ഈ സൈറ്റ് അഡ്രസ്സ് ഓപ്പൺ ചെയ്യേണ്ടതുണ്ട്. അതിന് പകരം ഇതൊരു ആപ്പായിട്ട് നമുക്ക് ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വളരെ സൗകര്യത്തോടെ നമുക്കത് സെർച്ച് ചെയ്യാം. അതിനുവേണ്ടി ചെയ്യേണ്ടത് ക്രോമിൽ ഏറ്റവും വലതുവശത്ത് മുകളിൽ കാണുന്ന 3 ഡോട്ട് ടച്ച് ചെയ്യുക. അപ്പോൾ ഒരു പോപ്പപ്പ് വിൻഡോ തുറന്നു വരും. അതിൽ ഏറ്റവും താഴെ ആഡ് ടു ഹോം സ്ക്രീൻ എന്ന് കാണാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 2 ഓപ്ഷൻ വരും: ഇൻസ്റ്റാൾ, ക്രിയേറ്റ് ഷോർട്ട് കട്ട്. അതിൽ ഇൻസ്റ്റാൾ എന്നത് ടച്ച് ചെയ്യുക, എന്നിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം. ഇപ്പോൾ ഇതൊരു ആപ്പായിട്ട് ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. ഇൻസ്റ്റാളേഷൻ പൂർത്തിയായി കഴിഞ്ഞാൽ മുകളിൽ അതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ വരും. അതിനുശേഷം നമുക്കിത് ക്ലോസ് ചെയ്യാം. ഇപ്പോൾ വന്നിട്ടുണ്ട്, പിന്നെ ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തതായിട്ടുണ്ട്, നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് ബാക്ക് ചെയ്ത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ഫയൽ കാണാൻ വേണ്ടിയിട്ട്, സോഫ്റ്റ്വെയർ കാണാൻ വേണ്ടിയിട്ട് ഏറ്റവും അവസാനം നോക്കിയാൽ കാണാം സെർച്ച് എപ്പിക് എന്ന പേരിൽ ഒരു ആപ്പ് ഇൻസ്റ്റാളായിട്ട്. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആപ്പ് തുറന്നു വരും. ഇവിടെ കെ എൽ സീരീസ് നമ്പർ ടൈപ്പ് ചെയ്യുക, സെർച്ച് ചെയ്യുക, പുതിയ നമ്പർ കിട്ടും. അപ്പോൾ ഓരോ തവണയും നമുക്ക് ക്രോമിൽ പോയി വെബ് അഡ്രസ്സ് കൊടുത്ത് സെർച്ച് ചെയ്യേണ്ട ആവശ്യമില്ല.